ഞാൻ ഡോക്ടർ ബിനിയ ബെത്സൈദ ഹോമിയോ ക്ലിനിക് കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെജൈനൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ പറ്റിയാണ്. എന്താണ് വെജൈനൽ ഇൻഫെക്ഷൻ? നമ്മുടെ യോനി ഭാഗത്ത് നല്ല ബാക്ടീരിയാസും ഈസ്റ്റും ഒരു സമതുലിത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില സമയങ്ങളിൽ ഈ നല്ല ബാക്ടീരിയാസ് കൂടുതലായി നശിച്ചു പോവുകയും തുടർന്ന് ഈ ഈസ്റ്റിന്റെ ഇൻഫ്ലമേഷൻ കൂടുകയും ഈ ഒരു വെജൈനൽ കാൻഡിഡയാസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതിന് പല കാരണങ്ങളുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഷുഗർ, അതായത് ഡയബറ്റീസ് ഉള്ള ആളുകളിൽ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ബ്ലഡിൽ ഷുഗർ ഉള്ളപ്പോൾ വെജൈനയിൽ ചൊറിച്ചിലും അസ്വസ്ഥതയും തുടർന്ന് ചിലപ്പോൾ വെജൈനൽ ഇൻഫെക്ഷനും ആകാനുമുള്ള ഒരു സാധ്യതയുണ്ട്. ഹോർമോണൽ ഇംബാലൻസസ്, പല കാരണങ്ങൾ കൊണ്ട് സ്ത്രീയുടെ ശരീരത്തിൽ ഈ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകാം. പ്രധാനമായിട്ട് PCOD പോലുള്ള കണ്ടീഷൻസ്, മെൻസസ് നിൽക്കുന്ന സമയങ്ങൾ, അതായത് മെനപ്പോസ് ടൈം, ഇങ്ങനെ പല അസുഖങ്ങൾ, തൈറോയിഡിന്റെ വ്യതിയാനം, ഗർഭധാരണ ആവാതിരിക്കാൻ വേണ്ടി കഴിക്കുന്ന പിൽസ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാക്കും. ഇതിനെല്ലാം പുറമെ ഈവൻ നമ്മളെ സ്ട്രെസ് കൊണ്ടും കോർട്ടിസോളിന്റെ അധികമായ ഉപദ്രവം കൊണ്ടും ചില സമയങ്ങളിൽ നമുക്ക് ഹോർമോൺസ് തെറ്റിക്കിടന്നേക്കാം. ഇതൊക്കെ ഏറ്റവും കൂടുതലായിട്ട് നയിക്കുന്നതാണ് ചൊറിച്ചിലും അസ്വസ്ഥതയും ചില സമയങ്ങളിൽ വെജൈനൽ ഇൻഫെക്ഷനിൽ തന്നെ എത്തിച്ചേരാൻ ഇടയുണ്ട്. ഇതേപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സ്വന്തം ഇമ്മ്യൂണിറ്റിയെ നമ്മൾ തന്നെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് രോഗങ്ങളുണ്ട്. ഓൾറെഡി ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു രോഗങ്ങൾ എന്തെങ്കിലും രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഡൗൺ ചെയ്യാം. അതുകൊണ്ട് നല്ല ബാക്ടീരിയാസ് ഡൗൺ ആവുകയും തുടർന്ന് നമുക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യാം. പിന്നെ ആന്റിബയോട്ടിക്കിന്റെ അമിതമായ ഉപയോഗം, അടിക്കടി പല കാരണങ്ങൾ കൊണ്ട് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ഈ ആന്റിബയോട്ടിക്സ് അടിക്കടി എടുക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ നല്ല ബാക്ടീരിയാസിനെ നശിപ്പിക്കാനും തുടർന്ന് ഈസ്റ്റിന്റെ ഇൻഫ്ലമേഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ ഏറ്റവും നമുക്ക് സാധാരണയായി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കൂടുതലായിട്ട് വേർപ്പ്. ഇപ്പൊ വേനൽക്കാലം വരുന്ന സമയങ്ങളിലൊക്കെ വേർപ്പ് കൂടുതലായി നിന്ന് ഈർപ്പം നിന്ന് ഇന്നേഴ്സിൽ ടൈറ്റ് ആയിട്ടുള്ള ഇന്നേഴ്സോ അല്ലെങ്കിൽ സിന്തറ്റിക് ഇന്നേഴ്സോ ഒക്കെ ഉപയോഗിക്കുന്നവരിലും ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ ഇടയുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും പ്രശ്നമുള്ളതാണ് നമ്മുടെ സോപ്പിന്റെ ഉപയോഗം. അമിതമായിട്ടുള്ള സോപ്പ് ഉപയോഗം കൊണ്ട് ഡ്രൈനെസ് കൂടുകയാണ് ഉണ്ടാകുന്നത്. അതും ഒരു കാരണമാണ്. അതേപോലെ തന്നെ ശുചിത്വ കുറവും ഒരു പ്രശ്നം തന്നെയാണ്. ശരിക്ക് അടിക്കടി കുളിക്കാതിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന വൃത്തി ശരിയായിട്ട് വരാത്തതും ഈ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് കോമൺ ആയിട്ട് ഒരു വെജൈനൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണിക്കുന്നത്. പിന്നെ ഇതിന് പുറമെ ഇനി എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. പ്രധാനമായിട്ടും വെജൈനയ്ക്ക് ചുറ്റും ഉള്ള ചൊറിച്ചിൽ, ഇൻഫ്ലമേഷൻ, റെഡ്നെസ്, ഭയങ്കര ചുമന്ന് തടിച്ച് അടിക്കടി ചുമന്ന് വരിക, ചൊറിച്ചിൽ വരിക, അതിൻ്റെ ഉള്ളിൽ നിന്നും ദ്രാവകം വരിക, വെളുത്ത് അല്ലെങ്കിൽ ജെല്ലി പോലെ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ പസ്സുള്ള മണമുള്ള ദ്രാവകം അടിക്കടി വരുന്നത് ഇതൊരു പ്രശ്നം തന്നെയാണ്. അതേപോലെ തന്നെ ഈ ക്രാക്സ് വന്നിട്ട് വേദന, ചില സമയത്ത് ബ്ലീഡിങ്, ഇതൊക്കെ നമ്മുടെ ഒരു വെജൈനൽ ഇൻഫെക്ഷനെയാണ് കാണിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മരുന്ന് എടുത്ത് പിന്നീട് ഇപ്പം ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം മരുന്നെടുത്തു, അത് ശരിയായി എന്ന് ഓർത്തിരിക്കുന്നു. പക്ഷെ അടിക്കടി റിക്കറന്റ് ആയിട്ട് ഈ ഒരു പ്രശ്നം വരുന്നതും ഇതിന്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ വെജൈനൽ ഇൻഫെക്ഷൻ ഉള്ളവര് ഒരു 6 മാസം മുതൽ 1 വർഷം വരെയെങ്കിലും അടുപ്പിച്ച് വരാതിരുന്നാൽ മാത്രമേ അത് പൂർണ്ണമായി നമ്മുടെ ശരീരത്തിൽ നിന്നും മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. കാരണം ഇതിന് ഭയങ്കരമായിട്ടുള്ള ഒരു റെക്കറൻസ് ഉള്ള ഒരു കണ്ടീഷനാണ് വെജൈനൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ്. നമുക്ക് എങ്ങനെ സാധാരണ ഒരു ചൊറിച്ചിലും അസ്വസ്ഥതയും ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറു ചൂടുവെള്ളം കൊണ്ട് ആ ഭാഗം കഴുകാനായിട്ട് ശ്രദ്ധിക്കാം. അമിതമായിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക. അടിക്കടി കഴുകുക. ഈർപ്പമില്ലാത്ത കോട്ടൺ, നല്ല ലൂസ് ആയിട്ടുള്ള ഇന്നേഴ്സ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വേർപ്പ് അടങ്ങുന്നവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള കഴുകുക. എന്നിട്ട് ഈർപ്പമില്ലാത്ത നല്ല പാൻറ്റീസ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ദ്രാവകമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായും അതിന്റെ റീസൺ എന്താണെന്നുള്ളത്, ഏത് കാരണങ്ങൾ കൊണ്ടാണ് വെജൈനൽ ഇൻഫെക്ഷൻ നിൽക്കുന്നത്, നമ്മുടെ ഹോർമോൺസിന്റെ വ്യതിയാനം കൊണ്ടാണ് കൂടുതലും ഈ ഒരു വെജൈനൽ ഇൻഫെക്ഷൻ ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുന്നത്. അപ്പം PCOD ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ തൈറോയിഡിൽ വ്യത്യാസമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഹോർമോൺസ് എന്തെങ്കിലും രീതിയിൽ നമുക്ക് മാറി നിൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതേപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സും പിന്നെ ഷുഗറും, അതായത് ഡയബറ്റീസ് ഉണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യണം. ആവശ്യമെങ്കിൽ മരുന്നുകൾ എടുക്കുകയും വേണം.
പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡ്രൈനെസ് കൊണ്ട് നിങ്ങൾക്ക് ഒരു വജൈനൽ ചൊറിച്ചിലും അസ്വസ്ഥതയും കാണുന്നത്. അതിന് നിങ്ങൾക്ക് വെളിച്ചെണ്ണ തേക്കാവുന്നതാണ്. വെളിച്ചെണ്ണ നല്ലൊരു ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആണ്. അതുകൊണ്ട് തന്നെ അത് തേക്കുന്ന സമയത്ത് അവിടുത്തെ ഇൻഫ്ലമേഷൻ മാറിക്കിട്ടുന്നത് കാണാം. ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ pH ശരിയാക്കാനായിട്ട്, pH ശരിയാക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുളിക്കുന്ന സമയത്ത് നമ്മുടെ ബക്കറ്റിൽ കുറച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ pH ശരിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. യോനി ഭാഗത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കുളിക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഒരു ഡ്രൈനെസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ശരീരമാകെ തന്നെ നമുക്ക് വെളിച്ചെണ്ണ തേച്ച് കുളിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രൈനെസ് കുറയ്ക്കുന്നു, ടോക്സിൻസ് പുറന്തള്ളുകയും നല്ലതുപോലെ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നല്ലതുപോലെ വെള്ളം കുടിക്കുക. കോർട്ടിസോൾ ആണ്, അതായത് സ്ട്രെസ് ആണ് ഇതിന് കാരണമെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആവശ്യമായ എക്സർസൈസുകൾ, അതേപോലെ തന്നെ യോഗ, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പൊണ്ണത്തടി ഒഴിവാക്കുക. ഇത് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ്, അതായത് ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതും നമുക്ക് ഹോർമോണൽ ഇംബാലൻസിലേക്ക് വഴിതെളിക്കാനായിട്ടുള്ള ഒരു ഇടയുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അതും നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉറങ്ങുക, നല്ല രീതിയിൽ എക്സർസൈസ് ചെയ്യുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. പ്രത്യേകിച്ച് പ്രോബയോട്ടിക് ഫുഡുകൾ, തൈര്, അതേപോലെ തന്നെ നല്ല ഫെർമെന്റഡ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്നതും, പ്രോബയോട്ടിക്സ് എല്ലാ തരത്തിലുള്ള തൈരിന്റെ എല്ലാ സാധനങ്ങളും, പാലുൽപ്പന്നങ്ങളൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പോൾ അതും നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ചൂട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. പഴങ്ങൾ, പച്ചക്കറികളൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ വെജൈനൽ ഇൻഫെക്ഷൻ മാറേണ്ടതാണ്. എന്നിട്ടും നിങ്ങൾക്ക് വെജൈനൽ ഇൻഫെക്ഷൻ മാറുന്നില്ല എങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. കാരണം പസ് പോലെയുള്ള അല്ലെങ്കിൽ എന്താ പറയുന്ന ഏത് ദ്രാവകമാണോ വരുന്നത്, അതിലെ ബ്ലീഡിംഗ് ആണോ, ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശരിയായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ, ആവശ്യത്തിന് മരുന്ന് കഴിച്ചില്ല എങ്കിൽ ചിലപ്പോൾ ആ ഒരു ഇൻഫ്ലമേഷൻ കൂടുതലായിട്ട് പടർന്ന് ഉള്ളിലോട്ട് പോകാനുള്ള ഒരിടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വളരെയധികം പസ്സൊക്കെ വരുന്ന സമയങ്ങളിൽ ഡോക്ടറെ കാണിച്ചിട്ട് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് എടുക്കണം. പിന്നെ ഇതൊരു റിക്കറൻസ് ഉള്ള ഒരു അസുഖമായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എന്താ പറയുക, മരുന്ന് കഴിക്കുന്ന സമയങ്ങളിലും ഇതേപോലെ തന്നെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തുക. ആവശ്യമെങ്കിൽ ഡ്രൈനെസ് കുറയ്ക്കുകയും വെള്ളം ധാരാളം കുടിക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ പൂർണ്ണമായിട്ട് കുറച്ച് കാലം കൊണ്ട് തന്നെ ഇത് അടിക്കടി വരുന്ന ആ പ്രവണത മാറിക്കിട്ടാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്